രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, നമസ്കാരം. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ എടുത്തുചാട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ? ഇപ്പൊ നടക്കുന്ന മുഴുവനും വിലപേശ രാഷ്ട്രീയമാണ്. കാരണം എന്താ വെച്ചാൽ അതാണ് ഈ ട്രോളും കൂടുതൽ വരുന്നത്. വിലപേശൽ ഇന്നിപ്പോ രാഷ്ട്രീയ മൂല്യമൊന്നും ആരും ഉയർത്തിപ്പിടിക്കണമെന്നില്ല. കാരണം അധികാരമാണ്, ജനസേവനമല്ല താല്പര്യം. അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഇതിനകത്തൊക്കെ ഒരു വിരമിക്കൽ വേണം, ഒരു പരിധി, ഒരു പ്രായം വന്നു കഴിഞ്ഞാല്. കാരണം ഈ പ്രായം അല്ല സ്വയം നടക്കാൻ പറ്റാത്ത സ്വയം നടക്കാൻ അപ്പൊ തലയിഴിഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കും. കാരണം ഈ സ്വയം നടക്കാൻ പറ്റാത്ത ആളുകൾ പോലും ഇവിടെ കേരളത്തില് മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇരിക്കുമ്പോ തലയിഴിഞ്ഞ നിയമങ്ങൾ ഇപ്പൊക്കെ നമുക്ക് തോന്നണത് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഇങ്ങനെ പ്രോത്സാഹിക്കുമ്പോ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കുമ്പോ നമുക്ക് കൊതിയാവണം ജയിലിലേക്ക് പോവാൻ. കാരണം അവിടെ കിടന്ന് സർക്കാർ ശമ്പളം കിട്ടുമല്ലോ ഇത്തരം അധികം. അപ്പൊ ഇതുപോലെയുള്ള നിയമങ്ങൾ കൊണ്ടുണ്ട്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല, എന്നിട്ട് ഇനിയും മുഖ്യമന്ത്രിയാവാനായിട്ട് നടക്കാനും പോലും പറ്റില്ല. അപ്പൊ ഇത്തരം ആളുകളൊക്കെ മാറ്റി നിർത്തണം. കാരണം ചെറുപ്പക്കാർ എന്തെങ്കിലും ചെറുപ്പക്കാർക്ക് ഗുണമൊളിച്ചു തൊഴിലില്ല ഇവിടെ കേരളത്തില്. ആ കേരളം വരിച്ചു പിടിപ്പിച്ചെന്ന് പറയാ, നശിഞ്ഞിരിക്കുന്ന കേരളം. അപ്പൊ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാനാണ്? നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്താൽ നമുക്കും ജീവിക്കണ്ടേ? ഇതൊന്നും ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്കാണ് പോണത്. ഒന്നിലും മാറി നിൽക്കണം, ഇല്ലെങ്കിൽ ജനങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തണം. അതേ ഇനി നടക്കുള്ളൂ, അല്ലാതെ ഒന്നും നടക്കില്ല. കാരണം ഇത് എല്ലാവരും വന്നത് അധികാരത്തിന് അഴിമതി കാണിക്കാൻ വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ജനസേവനം ഇല്ല ഇവിടെ. ജനസേവനം ഒന്നും നടക്കണില്ല. കാശ് കൊടുത്ത കാര്യം നടക്കും. ശരി, വ്യക്തമാണ്.